പ്രൈം ടൈം ന്യൂസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പശ്ചിമബംഗാളിലെ സിലിഗുഡിയിൽ ട്രെയിൻ അപകടത്തിൽ 15 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ പിന്നിൽ ഗുഡ്സ് ട്രെയിൻ ഇടിക്കുകയായിരുന്നു. തുടർച്ചയായ ട്രെയിൻ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ത്രിപുരയിലെ അഗർത്തലയിൽ നിന്നും പശ്ചിമബംഗാളിലെ സിയാൽദയിലേക്ക് പോകുകയായിരുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിൽ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറിയാണ് അപകടം. രാവിലെ 8:55ഓടെ ഡാർജിലിംഗ് ജില്ലയിലെ രംഗാപാനിക്ക് സമീപമാണ് അപകടമുണ്ടായത്. ഗുഡ്സ് ട്രെയിനിന്റെ 5 ബോഗികളും കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ 4 ബോഗികളും പാളം തെറ്റി. ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ ഗാർഡ് എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. റാണിപത്ര റെയിൽവേ സ്റ്റേഷനും ചത്താർഹാട്ട് ജംഗ്ഷനും ഇടയിലുള്ള ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം പുലർച്ചെ 5:50 മുതൽ തകരാറിലായിരുന്നുവെന്നും റിപ്പോർട്ടുണ്ട്. അപകടം നടന്ന ഉടൻ രക്ഷാപ്രവർത്തനത്തിനായി മുഖ്യമന്ത്രി മമതാ ബാനർജി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചു. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അപകട സ്ഥലത്തെത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ 10 ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. തുടർച്ചയായ ട്രെയിൻ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജിവെക്കണമെന്ന് കോൺഗ്രസും RJDയും ആവശ്യപ്പെട്ടു. 24 ഡൽഹി. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 13 പേർ അറസ്റ്റിൽ. ചോദ്യപേപ്പറിനായി ലക്ഷങ്ങൾ കൈക്കൂലി നൽകിയെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകി. 30 ലക്ഷം രൂപ കൈമാറിയതിന്റെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ ബീഹാർ പോലീസിന്റെ അന്വേഷണ സംഘം പിടിച്ചെടുത്തു. അതിനിടെ സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ച് SFI. നീറ്റ് പരീക്ഷാഫലം വിവാദമായതോടെയാണ് ബീഹാറിലെ വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർന്നുവെന്ന പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ചോദ്യപേപ്പർ ആവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ 30 ലക്ഷം രൂപ മാഫിയയ്ക്ക് നൽകിയതായി സംശയിക്കുന്ന 6 പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പരിശോധനയിൽ കണ്ടെത്തി. ചെക്കുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഉടമകളുടെ വിശദാംശങ്ങൾ അന്വേഷിച്ചു വരുന്നതായി ബീഹാർ പോലീസ് അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഇതുവരെ ബീഹാർ സ്വദേശികളായ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളും ഉൾപ്പെടെ 13 പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ചോദ്യപേപ്പറുകൾക്കായി തങ്ങളുടെ രക്ഷിതാക്കൾ 30 ലക്ഷത്തിലധികം രൂപ നൽകിയതായി വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റഡിയിലായവരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ ചില ചോദ്യപേപ്പറുകളും ലഭിച്ചിട്ടുണ്ട്. ഇത് നീറ്റ് പരീക്ഷയുടേതാണോ എന്ന് തെളിയിക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോട് ചോദ്യപേപ്പറുകളുടെ പകർപ്പ് പോലീസ് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പറുകളുടെ പകർപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഫോറൻസിക് പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം. 24 ഡൽഹി. രാഹുൽ ഗാന്ധി ഏത് ലോക്സഭാ മണ്ഡലം നിലനിർത്തുമെന്ന് ഉടൻ അറിയാം. തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃയോഗം മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേരുകയാണ്. റായ്ബറേലി നിലനിർത്തി രാഹുൽ വയനാട് ഒഴിഞ്ഞേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, നിർണായകമായ യോഗം ഖർഗെയുടെ വസതിയിൽ നടക്കുന്നു. വയനാടോ റായ്ബറേലിയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉടൻ പ്രതീക്ഷിക്കാമോ നിതിൻ അംബുജൻ? റിജിത്ത്, എന്തായാലും ഇന്ന് രാത്രിയോട് തന്നെ തീരുമാനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യോഗം ആരംഭിച്ച് ഏതാണ്ട് 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. സോണിയാഗാന്ധി, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. KC വേണുഗോപാലും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റായ്ബറേലിയോ അല്ല വയനാടോ, ഈ മണ്ഡലങ്ങൾ ഏത് രാഹുൽ ഗാന്ധി നിലനിർത്തുമെന്ന ചോദ്യം ഇപ്പോഴും ആകാംക്ഷയോട് തന്നെയാണ് നിൽക്കുന്നത്. റായ്ബറേലി നിലനിർത്തി വയനാട് ഒഴിവാക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഏറുന്നത്. അത്തരം ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. നമുക്കറിയാം, ദക്ഷിണേന്ത്യയിലടക്കം രാഹുൽ ഗാന്ധി വന്നതോട് തന്നെ വലിയ മുന്നേറ്റം കേരളത്തിലടക്കം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി, ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ നേട്ടം പാർട്ടിക്കുണ്ടാകുമെന്നൊരു വിലയിരുത്തലാണ് പൊതുവെ നേതാക്കൾക്ക് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധി തുടരണമെന്നൊരു ആവശ്യമാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റത്തും അത് ഗുണം ചെയ്യും. ഇനി രാഹുൽ മാറുകയാണെങ്കിൽ ആരാകും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി ഈ ഒഴിവിലേക്ക് വരണമെന്നൊരു ആവശ്യമാണ് പൊതുവെ ഉയരുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ അവിടെ പ്രിയങ്ക ഗാന്ധി വേണമെന്നൊരു ആവശ്യം KPCCയുടെ പൊതുവികാരമാണ്. അത് മാനിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി മത്സരത്തിൽ ഇറങ്ങുമോ, അതല്ല വീണ്ടും മത്സരത്തില്ല എന്ന നിലപാട് ആവർത്തിക്കുമോ എന്നെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഇപ്പോഴും യോഗം പുരോഗമിക്കുന്നു. ഇന്ന് രാത്രിയോട് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്. തമിഴ്നാട് അരിയല്ലൂരിൽ പിഞ്ചുകുഞ്ഞിനെ മുത്തച്ഛൻ ശുചിമുറിയിലെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. അരിയല്ലൂർ ജയകൊണ്ടം ഗ്രാമത്തിലാണ് സംഭവം. 38 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയാണ് മുത്തച്ഛനായ വീരമുത്തു കൊലപ്പെടുത്തിയത്. ചിത്തിരമാസത്തിൽ ജനിച്ച കുഞ്ഞ് കുടുംബത്തിന് ദോഷമാണെന്ന് ജോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. ജോത്സ്യന്റെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം നടത്തിയെന്ന് അറസ്റ്റിലായ വീരമുത്തു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്.
കൊല്ലം കുണ്ടറയിൽ വസ്ത്രം മടക്കി വെക്കാൻ താമസിച്ചുവെന്നാരോപിച്ച് 10 വയസ്സുകാരിക്ക് പിതാവിന്റെ ക്രൂരമർദ്ദനം. മർദ്ദനത്തിൽ പെൺകുട്ടിയുടെ തോളലിന് പൊട്ടലുണ്ടായി. സംഭവത്തിൽ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കതവി കൊണ്ടുവന്ന് തലയൊക്കെ ഇടിപ്പിച്ച് പിന്നെ തോളത്ത് ചവിട്ടി പിന്നെ ഒറ്റക്കാലി പിടിച്ച് നിലത്ത് കുത്തി. സ്വന്തം മകളോട് ഒരച്ഛൻ കാട്ടിയ ക്രൂരതയാണിത്. വസ്ത്രം മടക്കി വെക്കാൻ വൈകിയതോടെയാണ് ക്രൂരമർദ്ദനം ആരംഭിക്കുന്നത്. ഭിത്തിയിലും കതകിലും കുട്ടിയുടെ തല പിടിച്ചിടിച്ചു. ശരീരമാസകലം മുറിവേറ്റു. കുട്ടിയെ നിലത്തടിച്ചു. മർദ്ദനത്തിൽ കുട്ടിയുടെ തോളലിന് പൊട്ടലേറ്റു. മർദ്ദന സമയം കുട്ടിയും കുട്ടിയുടെ അനുജത്തിയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. മർദ്ദന വിവരം പുറത്തു പറയാതിരിക്കാൻ ഇയാൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തിയ ശേഷമാണ് കുട്ടി അച്ഛൻ മർദ്ദിച്ച കാര്യം അമ്മയോട് പറഞ്ഞത്. അത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് വീട്ടിൽ പട്ടിയെ കുളിപ്പിച്ച് ടെറസിൻ്റെ മേളിൽ കയറ്റി പട്ടിയായി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ മോള് മറിഞ്ഞു വീണ്, സ്റ്റെപ്പിൽ നിന്ന് മറിഞ്ഞു വീണെന്നാണ് പറഞ്ഞത്. മരുന്നെല്ലാം മേടിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് മക്കൾ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞത്, അച്ഛൻ അടിച്ചതാണെന്ന്. കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. വധശ്രമം, കുട്ടികൾക്കെതിരായ അതിക്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. ഭാര്യാപിതാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പിതാവ്. ഈ കേസിൽ 10 വയസ്സുകാരിയാണ് സാക്ഷി. കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് കുട്ടിക്കെതിരെയുള്ള അതിക്രമം ഉണ്ടായത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. 24 കൊല്ലം. തിരുവനന്തപുരം വാമനപുരം നദിയിൽ 2 പേർ മുങ്ങിമരിച്ചു. വെള്ളക്കടവ് സ്വദേശി ബിനു, പാലോട് കാലൻകാവ് സ്വദേശി കാർത്തിക് എന്നിവരാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 3:30 അപകടം. ഇങ്ങനെ പുഴയിൽ വെളിയായിട്ട് ഞാൻ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു 2 പേര് വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞു. ഒരു കൊച്ചും ഒരു വലിയ ആളും. അങ്ങനെ എണ്ണ അടുത്ത് വെള്ളത്തിൽ ചാടി നോക്കിയിട്ട് കണ്ടൊന്നുമില്ല. നല്ല അടിയൊഴുക്കായിരുന്നു. കുറച്ച് അത് കഴിഞ്ഞിട്ടാണ് വേറൊരു പുള്ളിക്കാരൻ്റെ കൂടെ വന്നു. അവരും ഞാനെണ്ണം നോക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ 2 ബോഡിയും പൊങ്ങി വന്നായിരുന്നു മേളിൽ. പിന്നെ 2 പേര് പുഴയിൽ നടുക്കുണ്ടായിരുന്നു. ഒരു സ്ത്രീയും ഒരു പുരുഷനും. ഒരു കൊച്ച് അക്കരെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പൊക്കിയെടുത്ത് കരയെ കൊണ്ടുവച്ച് പിന്നെ നാട്ടുകാരെല്ലാവരും ഓടി വന്ന് പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ആംബുലൻസ് വന്നു. അപ്പോഴത്തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത സ്വതന്ത്ര സഭയാകുമെന്ന മുന്നറിയിപ്പുമായി വിമത വിഭാഗം. ഏകീകൃത കുർബാന വിഷയത്തിൽ നടപടി കടുപ്പിച്ചാൽ സഭയിൽ നിന്ന് പുറത്തുപോകുമെന്ന് വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും അടുത്ത മാസം 3 ശേഷവും ജനാഭിമുഖ കുർബാന തുടരുമെന്നും ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ 24 വ്യക്തമാക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നാണ് സിനഡിന്റെ നിർദ്ദേശം. ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാന നടപ്പാക്കാത്ത വൈദികരെ പുറത്താക്കുമെന്നും സിറോ മലബാർ സഭ അന്ത്യശാസനം നൽകിയിരുന്നു. എന്നാൽ കുർബാന വിഷയത്തിൽ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇരുവിഭാഗങ്ങളും. നടപടി കടുപ്പിച്ചാൽ സഭയിൽ നിന്ന് പുറത്തുപോയി സ്വതന്ത്ര കത്തോലിക്കാ സഭയായി മാറുമെന്നാണ് വിമത വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ജൂലൈ 3 കഴിഞ്ഞാലും ജനാഭിമുഖ കുർബാനകൾ തന്നെ വൈദികർ ചൊല്ലുമെന്നും വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. ഞങ്ങൾ മാർപ്പാപ്പയെ അനുസരിക്കുന്നവരാണ്. ഞങ്ങൾ കത്തോലിക്ക തിരുസഭയിൽ തന്നെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാർപ്പാപ്പയോടും മേജർ ആർച്ച് ബിഷപ്പിനോടും ഈ സിനഡിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ സ്വതന്ത്രമായിട്ട് വിടൂ. ഞങ്ങൾ മാർപ്പാപ്പയുടെ കീഴിൽ കത്തോലിക്ക സഭയായിട്ടുള്ള ഒരു സ്വതന്ത്ര സഭയായിട്ട് ഞങ്ങൾ നടന്നോളാം. അങ്ങനെ കടുത്ത നടപടികൾക്ക് പോകാനായി ആണെങ്കിൽ ഇവിടെ സത്യവും ധർമ്മവും നീതിയൊക്കെ ഉണ്ടല്ലോ. അതനുസരിച്ച് മനുഷ്യന് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആൻഡ്രൂസ് താഴത്ത് മാർപ്പാപ്പയ്ക്ക് അയച്ച കത്തിൽ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്നുമാണ് വിമത വിഭാഗത്തിന്റെ ആരോപണം. വിശ്വാസികളോടും വൈദികരോടുമുള്ള ധാർമ്മികത സിനഡ് നിർവഹിക്കുന്നില്ലെന്നും വിമർശനമുണ്ട്. കുർബാന തർക്കം മറ്റു തലങ്ങളിലേക്ക് കൂടി മാറുകയാണ്. അന്ത്യശാസനയുമായി സിനഡ് മുന്നോട്ടു പോയാൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് വിമത വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. വിനീത വിജി, 24 കൊച്ചി. സാമുവൽ മാർ തെയോഫിലോസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ അധ്യക്ഷൻ. തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് ആസ്ഥാനത്ത് ചേർന്ന എപ്പിസ്കോപ്പൽ സിനഡിലായിരുന്നു തീരുമാനം. നിലവിൽ ചെന്നൈ ഭദ്രാസനാധിപനാണ്. ഈ മാസം 22 സ്ഥാനാരോഹണം. ചെന്നൈ ആർച്ച് ഡയസിസ് അതിഭദ്രാസനത്തിന്റെ ചുമതല നിർവഹിക്കുന്ന ഹിസ് ഗ്രേസ് സാമുവൽ മോർ തിയോഫിലസ് എപ്പിസ്കോപ്പൽ തിരുമേനിയെ ഏകകണ്ഠ്യമായി അടുത്ത മെട്രോപൊളിറ്റനായി തെരഞ്ഞെടുത്തു. അത്നേഷ്യസ് മാർ യോഹാൻ മെത്രാപ്പൊലീത്തയുടെ പിൻഗാമിയായി സാമുവേൽ മാർ തിയോഫിലോസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ പരമാധ്യക്ഷൻ. രാവിലെ തിരുവല്ല സഭാ ആസ്ഥാനത്ത് ചേർന്ന സിനഡ് ഐക്യകണ്ഠേനയാണ് സാമുവേൽ മാർ തിയോഫിലോസ് എപ്പിസ്കോപ്പയുടെ പേരിലേക്ക് എത്തിച്ചേർന്നത്.
പത്തനംതിട്ട റാന്നി സ്വദേശിയായ തിയോഫിലോസ് ചെന്നൈ ഭദ്രാസനാധിപനായി ചുമതല നിർവഹിക്കവെയാണ് സഭയുടെ തലപ്പത്തേക്കെത്തുന്നത്. സഭയുടെ പുതിയ സെക്രട്ടറിയായി ജോഷുവ മാർ ബെർണാഷസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ജൂൺ 22-ന് തിരുവല്ല സഭാസ്ഥാനത്ത് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കും. 24 പത്തനംതിട്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയും CPI മന്ത്രിമാർക്കെതിരെ ഒളിയമ്പുമായും മുതിർന്ന CPI നേതാവ് K. ഇസ്മായിൽ. കേരളത്തിൽ പ്രതിഫലിച്ചത് സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പെന്നും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എളിമയില്ലാത്തത് തിരിച്ചടിയായെന്നും K. ഇസ്മായിൽ തുറന്നടിച്ചു. 24-ന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് K. ഇസ്മായിലിന്റെ രൂക്ഷ വിമർശനം. മുന്നണിക്കകത്തെയും പുറത്തെയും പരസ്യമായ രഹസ്യമാണ് K. ഇസ്മായിലിലൂടെ പുറത്തുവന്നത്. ഇത്തവണ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ജനങ്ങളുടെ എതിർപ്പ് ഇത്രത്തോളം ബാധിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് വളരാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമായി മാറുമെന്നും ഇസ്മായിൽ. ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ ഒരു പ്രതിഷേധം, എതിർപ്പ്, അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളായിരുന്നു. ഇത്രത്തോളം ബാധിക്കുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല. മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും മന്ത്രിമാർക്കും ധാർഷ്ട്യമെന്നും വിമർശനം. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് മന്ത്രിമാർക്ക് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഗവൺമെൻറ് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊക്കെ സർക്കാർ വിരുദ്ധ വികാരമായി വളരാനാണ് ഇടവരിക. ഗവൺമെൻറ് വരുമ്പോൾ സ്വാഭാവികമായും പൊതുപ്രവർത്തകന്മാർക്ക്, നേതാക്കന്മാർക്ക് എളിമയാണ് ഉണ്ടാവേണ്ടത്. കൂടുതൽ തല അവരെ താഴണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുന്നണിയിൽ നിന്ന് ഇത്ര നിശിതമായ വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നത് ഇതാദ്യം. അതേസമയം തോൽവിയെക്കുറിച്ച് പാർട്ടി പഠിക്കുന്നുണ്ടെന്നായിരുന്നു വിഷയത്തോടുള്ള മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. LDFന്റെ മുതിർന്ന നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. എല്ലാ ദിവസവും ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷുമെല്ലാം ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള നിലപാട് പറഞ്ഞു. പാർട്ടിയും LDF ഒക്കെ ഇത് വിശദമായിട്ട് ചർച്ച ചെയ്യുകയുമാണ്. നേരത്തെ ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റുന്നു എന്ന വിമർശനവും K. ഇസ്മായിൽ ഉന്നയിച്ചിരുന്നു. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. ത്യാഗസ്മരണയിൽ വിശ്വാസികൾ. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നിരവധി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനായി എത്തി. വർഗീയ അജണ്ട ആര് മുന്നോട്ട് വെച്ചാലും അത് നടപ്പാകില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നതെന്ന് പാളയം ഇമാം VP സുഹൈബ് മൗലവി പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി തങ്ങൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. മലബാറിൽ ഈദു നമസ്കാരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പള്ളികളും ഈദുഗാഹുകളും വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. നമസ്കാരശേഷം ബന്ധുവീടുകൾ സന്ദർശിച്ചും ഭക്ഷണം പങ്കുവച്ചും ഈദ് ആഘോഷങ്ങൾ. മതങ്ങൾ മനുഷ്യരെ അകറ്റാനുള്ളതല്ല, ചേർക്കാനുള്ളതാണെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. മതത്തിൻ്റെ പേരിൽ അകൽച്ചയെ പ്രചരിപ്പിക്കുന്നവർ ഉണ്ടാകും. പക്ഷേ മതങ്ങൾ പരസ്പരം അടുപ്പിക്കുവാനുള്ളതാണ്. മതങ്ങൾ മനുഷ്യനെ അടുപ്പിക്കുകയാണ് ചെയ്തത്. ഒരു മതവും മറ്റൊരു മതത്തെ തള്ളി പറയുന്നില്ല. ഓരോ മതവും അന്യോന്യം മനസ്സിലാക്കുന്നു. സമാധാനം നിലനിർത്താൻ ത്യാഗത്തിന് തയ്യാറാകണമെന്നും പെരുന്നാൾ എല്ലാ മതവിഭാഗത്തിനൊപ്പം ആഘോഷിക്കണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ലോകത്തിന് മുമ്പിൽ സമാധാനം പരത്തുന്നവരാവണം. ഒരിക്കലും അക്രമത്തിലേക്കും അനീതിയിലേക്കും പോകാൻ പാടില്ല. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ബലിപെരുന്നാൾ വിപുലമായി ആഘോഷിച്ചു. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് പാളയം ഇമാം VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. പെരുന്നാൾ സന്ദേശത്തിൽ BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം. ജാതി സെൻസസ് നടപ്പിലാക്കാൻ കേന്ദ്രം മുന്നോട്ട് വന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും പാളയം ഇമാം. ഏറെക്കാലമായി പിന്നോക്ക ജനവിഭാഗങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്ന് പറയുന്നത്. ജാതി സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. അത് കേന്ദ്രം നടപ്പിലാക്കാൻ സന്നദ്ധമാവുന്നില്ല എങ്കിൽ സംസ്ഥാനമെങ്കിലും നടപ്പിലാക്കുക. കൊച്ചിയിൽ പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ഈദുഗാഹുകൾക്കു പകരം പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള പെരുന്നാൾ നമസ്കാരമാണ് കൂടുതലും നടന്നത്. നടൻ മമ്മൂട്ടി ഉൾപ്പെടെ പ്രമുഖർ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തു. കടവന്ത്ര സലഫി ജുമാ മസ്ജിദിലെ പ്രാർത്ഥനാ ചടങ്ങിലാണ് മമ്മൂട്ടി പങ്കെടുത്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.
പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. പോക്സോ കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. കേസിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് യെദ്യൂരപ്പ ആരോപിച്ചു. ബംഗളൂരുവിലെ CID ഓഫീസിൽ 3 മണിക്കൂറാണ് ചോദ്യം ചെയ്യൽ നീണ്ടത്. യെദ്യൂരപ്പയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയെന്ന് CID വൃത്തങ്ങൾ അറിയിച്ചു. ഹൈക്കോടതി ഉത്തരവുള്ളതിനാൽ അന്വേഷണ സംഘം അറസ്റ്റ് നടപടിയിലേക്ക് കടന്നില്ല. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യെദ്യൂരപ്പ നൽകിയ ഹർജി കോടതി വീണ്ടും പരിഗണിക്കുന്നതിന് മുമ്പ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാത്തതിനാൽ യെദ്യൂരപ്പയ്ക്കെതിരെ ഫാസ്റ്റ് ട്രാക്ക് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതി അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ് ഉത്തരവിറക്കി. ഇതിനു പിന്നാലെയാണ് യെദ്യൂരപ്പ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. അമ്മയോടൊപ്പം യെദ്യൂരപ്പയുടെ വീട്ടിലെത്തിയ പെൺകുട്ടിയെ സ്വകാര്യ മുറിയിലെത്തിച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. ലോക്കൽ പോലീസ് അന്വേഷിച്ചിരുന്ന കേസ് പിന്നീട് CIDക്ക് കൈമാറുകയായിരുന്നു. 24 ബംഗളൂരു. ബംഗാളിൽ ഗവർണറും പോലീസും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടൽ. ബംഗാൾ പോലീസിനോട് രാജ്ഭവൻ വിടാൻ ഗവർണർ CV ആനന്ദബോസ് നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് അക്രമങ്ങൾ സംബന്ധിച്ചു പരാതി നൽകാനെത്തിയവർക്ക് പോലീസ് പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്നാണ് നടപടി. പശ്ചിമബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ അക്രമ സംഭവങ്ങൾക്കിരയായവർക്കായി ഗവർണർ CV ആനന്ദബോസ് രാജ്ഭവനിൽ ഹെൽപ്പ് ഡെസ്ക് തുറന്നിരുന്നു. ഇവിടെ പരാതി നൽകാനായി പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലെത്തിയവരെ രാജ്ഭവന്റെ സുരക്ഷാ ചുമതലയുള്ള കൊൽക്കത്ത പോലീസ് തടഞ്ഞതോടെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത നീക്കം. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി പരാതി നൽകിയിരുന്നു. രാജ്ഭവനിൽ വിന്യസിച്ചിരുന്ന കൊൽക്കത്ത പോലീസ് ഉദ്യോഗസ്ഥരോട് ഉടൻ ഒഴിയാനാവശ്യപ്പെട്ട ഗവർണർ നോട്ടീസ് നൽകി. ഗവർണറുടെ നിർദ്ദേശങ്ങൾ പോലീസ് അനുസരിക്കാത്തതിനെ തുടർന്നാണ് കടുത്ത നടപടിയെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. രാജ്ഭവന്റെ നോർത്ത് ഗേറ്റിന് സമീപമുള്ള പോലീസ് ഔട്ട്പോസ്റ്റിനെ ജനങ്ങളിൽ നിന്നും നേരിട്ട് പരാതി സ്വീകരിക്കുന്ന ജൻമഞ്ചാക്കി മാറ്റാൻ ഗവർണർക്ക് ആലോചനയുണ്ടെന്നും രാജ്ഭവൻ വൃത്തങ്ങൾ അറിയിച്ചു. നേരത്തെ ഗവർണർക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണ പരാതിയുമായി ബന്ധപ്പെട്ട് രാജ്ഭവനും പോലീസും തമ്മിൽ പലതവണ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. അന്വേഷണവുമായി സഹകരിക്കേണ്ടെന്ന് രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ഗവർണർ രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു. 24 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസി സന്ദർശിക്കും. കിസാൻ സമ്മാൻ നിധി തുക കർഷകർക്ക് വിതരണം ചെയ്യും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ സംവാദ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30-ന് പുനരാരംഭിക്കും. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ജൂലൈ അവസാനമെന്നാണ് സൂചന. തുടർച്ചയായി 3-ാം തവണയും അധികാരത്തിൽ എത്തിയ ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം മണ്ഡലമായ ഉത്തർപ്രദേശിലെ വാരണാസി സന്ദർശിക്കുന്നത്. നാളെ വാരണാസിയിലെത്തുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി തുക കർഷകർക്ക് വിതരണം ചെയ്യും. 9.3 കോടി കർഷകർക്കായി 20,000 കോടി രൂപ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് ഈ മാസം 30-ന് പുനരാരംഭിക്കും. പരിപാടിക്കായി പൊതുജനങ്ങളിൽ നിന്നും ആശയങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചു. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 25 മുതൽ പരിപാടി നിർത്തിവച്ചിരിക്കുകയായിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ സമ്പൂർണ്ണ ബജറ്റ് ജൂലൈ അവസാനം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുമെന്നാണ് സൂചന. ബജറ്റിന് മുന്നോടിയായുള്ള ചർച്ചകൾ നാളെ മുതൽ ആരംഭിക്കും. 24 ഡൽഹി. നോക്കാമിനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. എറണാകുളം ചെറായി ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 2 പേരെ തിരയിൽപ്പെട്ട് കാണാതായി. 4 പേരെ രക്ഷപ്പെടുത്തി. കാണാതായവർക്കായി തെരച്ചിൽ. കൊല്ലം അഞ്ചലിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച 23-കാരൻ പിടിയിൽ. മലപ്പുറം നിലമ്പൂർ കാളിയംകുന്ന് സ്വദേശി റിയാസുദ്ദീനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മണിപ്പൂർ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല, IB ചീഫ് തപൻ ദക്ക, കരസേനാ മേധാവി മനോജ് പാണ്ഡെ, മണിപ്പൂർ ചീഫ് സെക്രട്ടറി വിനീത് ജോഷി തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. കൊല്ലം ചവറയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. കായംകുളം സ്വദേശി പ്രണവിനാണ് പരിക്കേറ്റത്. പ്രൈം ടൈം ന്യൂസിലേക്ക് തിരികെ. കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ചവർക്ക് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. പത്തനംതിട്ട ജില്ലയിലെ 2 പേരുടെയും ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ ഓരോരുത്തരുടെയും സംസ്കാരം പൂർത്തിയായി. അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബത്തെ കൈവിടില്ല എന്ന് NBTC കമ്പനി ഉടമ KG എബ്രഹാം പറഞ്ഞു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മരിച്ചവരുടെ കുടുംബത്തെ സന്ദർശിച്ചു. കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ മൃതദേഹം രാവിലെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. സ്റ്റെഫിനെ കാണാൻ NBTC ചെയർമാൻ KG എബ്രഹാമും എത്തി. പക്ഷെ ഇതിങ്ങനെ സംഭവിച്ചതിൽ ഒത്തിരി പ്രയാസമുണ്ട്. ഭയങ്കര മിടുക്കനായിരുന്നു, ഭയങ്കര മിടുക്കൻ. ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം, എന്നാലാകുന്നത് ഞാൻ ചെയ്യാം.
9-ാം മൈലിലുള്ള IPC ബദൽപ്പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. ചെങ്ങന്നൂർ പാണ്ടനാട്ടുള്ള മാത്യു തോമസിന്റെ വീട്ടിലേക്ക് രാവിലെ മുതൽ തന്നെ അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനടക്കം അന്തിമോപചാരമർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് പാണ്ടനാട് യോർദാൻപുരം സെന്റ് ഗ്രിഗോറിയോസ് പള്ളി സെമിത്തേരിയിൽ സംസ്കാരം. ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ മാത്യൂസ് മോർ തിമോത്തിയോസ് മെത്രാപ്പൊലിത്ത സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. പത്തനംതിട്ട കോന്നി അട്ടച്ചാക്കളിലെ സജു വർഗീസിന്റെ മൃതദേഹം 10 മണിയോടെ വീട്ടിലെത്തിച്ചു. ഉച്ചതിരിഞ്ഞ് അട്ടച്ചാക്കൽ സെന്റ് തോമസ് മർത്തോമ പള്ളി സെമിത്തേരിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടന്നു. മൃതദേഹം ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയപ്പോൾ മുതൽ നിറഞ്ഞ കണ്ണുമായി തളർന്നിരുന്ന സിബിൻ ടി എബ്രഹാമിന്റെ പിതാവ് മകന്റെ ചേതനയേറ്റ ശരീരം വീട്ടിലെത്തിച്ചപ്പോൾ വിഷമം കടിച്ചമർത്തി മകന്റെ അരികിലിരുന്നു. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നാട്ടുകാരുമടങ്ങുന്ന വൻ ജനാവലി സിബിനെ യാത്രയാക്കി. കീഴ്വായ്പൂർ സെന്റ് തോമസ് മർത്തോമ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പത്തനംതിട്ട. കുവൈത്തിലെ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി നളിനാക്ഷൻ ഇതുവരെ ഞെട്ടലിൽ നിന്നും മാറിയിട്ടില്ല. പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്നുമാണ് നളിനാക്ഷൻ താഴേക്ക് ചാടിയത്. ദുരന്തത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകൾ നളിനാക്ഷൻ 24-മായി പങ്കുവച്ചു. ബാൽക്കണി എത്തിയപ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കാൻ വേണ്ടിയിട്ടൊരു സമയമില്ലായിരുന്നു. പുക അകത്തേക്ക് കയറി വരികയായിരുന്നു. ഞാൻ അങ്ങോട്ട് ചാടി വീണത് നമ്മൾ ഒരു എമർജൻസി വാട്ടർ ടാങ്ക് ഉണ്ട്. അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ വാട്ടർ ഫില്ല് ചെയ്ത് മുകളിലേക്ക് അടിക്കുന്ന ടാങ്ക് അതിലായിരുന്നു പോയി വീണത്. അത് നെഞ്ചടിച്ചാണ് വീണത്. അതുകൊണ്ട് വീണപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി. പിന്നീട് ഞാൻ ഉണരുന്നത് ICUയിൽ വെച്ചിട്ടാണ്. ഇസ്രയേലിന്റെ യുദ്ധ ക്യാബിനറ്റ് പിരിച്ചുവിട്ടു. 6-അംഗ യുദ്ധകാല ക്യാബിനറ്റ് പിരിച്ചുവിട്ടുവെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാവ് ബെന്നി ഗാൻസ് രാജിവെച്ചതിനു പിന്നാലെയാണ് തീരുമാനം. ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച 5 ദിവസങ്ങൾക്ക് ശേഷം 2023 ഒക്ടോബർ 11-നാണ് നെതന്യാഹു യുദ്ധമന്ത്രിസഭ രൂപീകരിച്ചത്. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർത്തിയാവുകയാണ്.